ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ സ്റ്റെയർ എന്നുള്ളൊരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഓവർസിയർ ഗ്രേഡ് 1, 2, 3 ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ സ്റ്റെയറിന്റെ തന്നെ ടെക്നിക്കൽ ടേംസ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, സോ ആദ്യം തന്നെ സ്റ്റെയർ എന്താന്ന് നോക്കാം. സ്റ്റെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീക്വൻസ് ഓഫ് സ്റ്റെപ്പ് ആണ്. കുറെ സ്റ്റെപ്പുകൾ കൂടി ചേർന്നിട്ടാണ് ഒരു സ്റ്റെയർ വരുന്നത്. രണ്ട് ഫ്ലോറുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റെയർ യൂസ് ചെയ്യാം. സ്റ്റെയർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെയർ കാരണം ഒക്യുപ്പൈ ചെയ്യുന്ന സ്പേസ് അല്ലെങ്കിൽ ആ ഒരു ഓപ്പണിംഗ്, ഇതിനെയാണ് സ്റ്റെയർവേ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെയർ കേസ്. ഈ ഒരു സ്റ്റെയർ ഏത് റൂമിലാണോ അല്ലെങ്കിൽ ഏതൊരു അപ്പാർട്ട്മെന്റിലാണോ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അതാണ് സ്റ്റെയർ കേസ്. ഇനി ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഈ സ്റ്റെപ്പിന്റെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഈ ഒരു അപ്പർ പോർഷൻ, ഈ കാണുന്ന ഭാഗമാണ് ത്രെഡ്. വെർട്ടിക്കൽ ആയിട്ടുള്ള ഈ ഒരു മെമ്പർ ആണ് റൈസർ. സോ ഈ ഒരു ഹൊറിസോണ്ടൽ മെമ്പറും ഈ വെർട്ടിക്കൽ മെമ്പറും കൂടി ജോയിൻ ചെയ്തിട്ടാണ് ഇതുപോലൊരു സ്റ്റെപ്പ് വരുന്നത്. അപ്പൊ ഈ ഒരു ത്രെഡിന്റെയും റൈസറിന്റെയും കോമ്പിനേഷൻ ആണ് സ്റ്റെപ്പ്. നെക്സ്റ്റ് ഗോയിങ് ആണ്. ഈ രണ്ട് റൈസർ അടുത്തടുത്തുള്ള രണ്ട് റൈസറുകൾ, ഇതിന്റെ ഇടയിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് ഗോയിങ്. ഇനി രണ്ട് ത്രെഡുകൾ തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ അത് റൈസ്. ഈ ഒരു ത്രെഡ് കൊടുക്കുമ്പോൾ ഈ ത്രെഡിന്റെ ഈ ഒരു എൻഡ് പോർഷൻ ഒരു പ്രൊജക്ട് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കും. ഇതിനെ പറയുന്ന പേരാണ് നോസിങ്. സ്റ്റെയർ കൊടുക്കുമ്പോൾ ഈ നോസിങ്ങിൽ തന്നെ അഡീഷണൽ ആയിട്ടുള്ള ഒരു ഫിനിഷും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ആ ഒരു മോൾഡിങ്ങിനെയാണ് സ്കോട്ടിയ എന്ന് പറയുന്നുണ്ടായിരിക്കുക. അത് ത്രെഡിനോ അല്ലെങ്കിൽ നോസിങ്ങിനോ ആയിരിക്കും സ്കോട്ടിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. സ്റ്റെയറിന്റെ തന്നെ ഈ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള മെമ്പറിനെയാണ് സ്ട്രിങ് അല്ലെങ്കിൽ സ്ട്രിങ്ങർ എന്ന് പറയുന്നത്. ഇതിപ്പോ ഒരു വുഡൻ സ്ട്രിങ്ങർ ആണല്ലോ കാണിച്ചിട്ടുള്ളത്. ഈ കൊടുത്തിട്ടുള്ള സ്ട്രിങ്ങർ തന്നെ RCC സ്റ്റെയറിലാണെന്നുണ്ടെങ്കിൽ അതിനെ വേസ്റ്റ് സ്ലാബ് എന്നും, വേസ്റ്റ് സ്ലാബിന്റെ തിക്നെസ്സിനെ വേസ്റ്റ് എന്നും പറയും. ഇപ്പൊ ഈ കാണിക്കുന്ന സ്റ്റെയറിൽ ബ്രേക്ക് ഒന്നും വന്നിട്ടില്ല. അങ്ങനെ അൺബ്രോക്കൺ ആയിട്ടുള്ള ഒരു സീരീസിനെയാണ് ഫ്ലൈറ്റ് എന്ന് പറയാം. ചിലപ്പോൾ ഒരു 1, 2, 3 ഫ്ലൈറ്റുകൾ കൂടി ചേർന്നിട്ടായിരിക്കാം ഒരു സ്റ്റെയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ അൺബ്രോക്കൺ സീരീസിൽ മിനിമം 3 സ്റ്റെപ്പെങ്കിലും അല്ലെങ്കിൽ മാക്സിമം 12 സ്റ്റെപ്പേ പാടുള്ളൂ. സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഇവിടെ ഈ ഹൊറിസോണ്ടൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ആണ് ലാൻഡിംഗ്. പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോറുമായിട്ട് സ്റ്റെയറിന് വരുന്ന ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ. ഇത് 30 to 45 ഡിഗ്രി അല്ലെങ്കിൽ ഒരു 40 ഡിഗ്രി ആയിരിക്കും പിച്ച് കൊടുക്കുന്നുണ്ടായിരിക്കുക. സ്റ്റെയറിന്റെ തന്നെ അണ്ടർ സൈഡ് ആയിട്ടുള്ള സർഫസിന് സോഫിറ്റ് എന്ന് പറയും. സ്റ്റെയറിൽ ഇൻക്ലൈൻഡ് ആയിട്ട് ഈ സ്ട്രിങ്ങറിൽ കൊടുക്കുന്ന മെമ്പർ ആണ് ഹാൻഡ് റെയിൽ. ഈ ഹാൻഡ് റെയിൽ, ഇതാണ് ഹാൻഡ് റെയിൽ. ഹാൻഡ് റെയിലിൽ വെർട്ടിക്കൽ ആയിട്ട് വരുന്ന മെമ്പേഴ്സ് ആണ് ബാലിസ്റ്റർ. സ്ട്രിങ്ങിനും ഹാൻഡ് റെയിലിനും ഇടയിലായിട്ടുള്ള വെർട്ടിക്കൽ മെമ്പേഴ്സ് ബാലിസ്റ്റർ. ഈ ഒരു എൻഡ് പോസ്റ്റിലെ ബാലിസ്റ്റർ ആയിരിക്കും ന്യൂവൽ പോസ്റ്റ്. വെർട്ടിക്കൽ മെമ്പർ ആയിട്ടുള്ള ഈ ഒരു ന്യൂവൽ പോസ്റ്റ്. ഈ ഒരു ഫ്രെയിം വർക്ക് ഹാൻഡ് റെയിലും ബാലിസ്റ്ററും കൂടിയിട്ടുള്ളതിനെയാണ് ബാലുസ്ട്രേഡ് അല്ലെങ്കിൽ ബാരിസ്റ്റർ എന്ന് പറയുന്നുണ്ടായിരിക്കുക. ഇനി ഒരു സ്റ്റെയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്ന ഈ ഒരു ലെങ്ത്, അതിൽ ലാൻഡിങ്ങും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്ന ലെങ്ത് ആണ് റൺ. ഹെഡ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരാളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഒരു ഫ്ലൈറ്റിന്റെ നോസിങ്ങിൽ നിന്നും ബോട്ടം ഓഫ് ഫ്ലൈറ്റ് വരെയുള്ള ആ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഹൈറ്റ്, ഇത് മിനിമം 2.2 ആയിരിക്കണം ഹെഡ് റൂമിന് വരുന്നത്. പിന്നെ വാക്കിംഗ് ലൈൻ, ഇതൊരു സ്റ്റെയറിൽ അപ്രോക്സിമേറ്റ് ലൈൻ ഓഫ് മൂവ്മെന്റ് എത്രയാണ്, അത് 450 mm ആണ് സെന്റർ ഓഫ് ഹാൻഡ് റെയിലിൽ നിന്നും കൊടുക്കുന്നത്. ഇത്രയാണ് ടെക്നിക്കൽ ടേംസ് സ്റ്റെയറിൽ വരുന്നത്.